കിഷ്കിന്ദ കാണ്ഡം. രചന ബാഹുൽ രമേശ്. സംവിധാനം ദിൻജിത്ത് അയ്യത്താൻ. മലയാള സിനിമയുടെ നിലവാരം വാനോളം ഉയർത്തുന്ന ഒരു ചിത്രമാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഓർമ്മയുടെയും മറവിയുടെയും മാറി മാറി വരുന്ന പാളികൾക്കിടയിൽ പ്രേക്ഷകരെ ഒന്നടങ്കം പിടിച്ചിരുത്തുന്ന കാര്യത്തിൽ സിനിമ വിജയിച്ചു നിൽക്കുകയാണ്. ഒരു ക്രിസ്റ്റഫർ നോളൻ സിനിമയുടെ സൗന്ദര്യ ശാസ്ത്രമാണ് ഈ ഒരു മലയാള ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പോഴെല്ലാം എന്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ മൊമന്റോയുടെയും അല്ലെങ്കിൽ പ്രസ്റ്റീജിന്റെയും ഒക്കെ ദൃശ്യ ചാരുതകൾ കണ്ട് ഏറെ സുപരിചിതരാണ് നമ്മൾ മലയാളികൾ. പഴുതടച്ചുള്ള തിരക്കഥാ രചനയാണ് ബാഹുൽ രമേശിന്റേത്. തിരക്കഥയിലും സംവിധാനത്തിലും വ്യക്തമായി എടുത്തു നിൽക്കുന്നുണ്ട് ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ പ്രകടമായിട്ടുള്ള സാധ്യതകൾ. ഹൈന്ദവ മിത്തോളജി പ്രകാരം കിഷ്കിന്ദ എന്നാൽ വാനരന്മാരുടെ സാമ്രാജ്യം എന്നാണ് അർത്ഥം. ഈ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തല നിർമ്മാണത്തിനും ഇത്തരത്തിൽ വാനരന്മാരും മരങ്ങളും പ്രകൃതിയുടെ നിഗൂഢതകളും ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാണേണ്ടതാണ് ചിത്രത്തിന്റെ ജോണർ എന്ന് പറയുന്നത്. ഈ ഒരു ജോണറിൽ കാണുവാൻ സാധിക്കുന്നത് ഒരു ഫാമിലി ഡ്രാമയാണ് ഈ സിനിമ എന്ന് അങ്ങ് അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുവാൻ സാധിക്കുന്നതല്ല. വെറും ഒരു ഫാമിലി ഡ്രാമയല്ല കിഷ്കിന്ദ കാണ്ഡം. എന്നാലോ ത്രില്ലറിന്റെ കഠിനമായിട്ടുള്ള അംശങ്ങൾ കൂടിക്കലർന്ന ഒരു ഫാമിലി ഡ്രാമയാണിത്. ത്രില്ലറും ഫാമിലി ഡ്രാമയും ഇഴ ചേർന്ന് നിൽക്കുന്ന ഒരു ദൃശ്യ അനുഭവമാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പരമപ്രധാനമായി എടുത്തു പറയേണ്ട കാര്യമാണ് അതിന്റെ കാസ്റ്റിംഗ് എന്നത്. കാസ്റ്റിംഗിൽ ഉണ്ടാകുന്ന ഒരു നൂലുവീട വ്യത്യാസം പോലും പലപ്പോഴും ഒരു സിനിമയുടെ ആകെ തുകയെ തന്നെ പ്രതികൂലമായി ബാധിച്ചെന്ന് വരാം. എന്നാൽ ഈ ഒരു സിനിമയെക്കുറിച്ച് നോക്കുമ്പോൾ കാസ്റ്റിംഗിൽ വലിയ രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകും. കാരണം കഥാപാത്രത്തിനോട് ഇഴകിച്ചേർന്ന് നിൽക്കുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും ചേർന്ന നടന്മാരെ നടിമാരെ സൃഷ്ടിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അതിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ സംവിധായകനും കാസ്റ്റിംഗ് ഡയറക്ടർക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സിനിമ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ആരെയാണ് കേന്ദ്ര കഥാപാത്രമായി നിർത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ആസിഫ് അലി എന്ന് ഒരു പക്ഷേ സിനിമ കാണാത്തവർക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ ആസിഫ് അലിയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ തന്നെ ആസിഫ് അലി ഈ ഒരു സിനിമയിൽ അതീവ സൂക്ഷ്മമായിട്ടുള്ള അഭിനയങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതുവരെ ആസിഫ് അലി പയറ്റിയിട്ടില്ലാത്ത ചില ഭാവപ്രകടനങ്ങളൊക്കെ ഈ സിനിമയിൽ മുഴച്ചു നിൽക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. വേറിട്ടൊരു ആസിഫ് അലിയെയാണ് സിനിമയിൽ കാത്തുവെച്ചിട്ടുള്ളത്. എന്നാൽ ആസിഫ് അലി അല്ല ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രം അല്ല എങ്കിൽ ഈ ഒരു സിനിമയുടെ മർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് അത് വിജയരാഘവനാണ്. വിജയരാഘവൻ അഭിനയിക്കുന്ന അപ്പുപിള്ള എന്ന കഥാപാത്രത്തിന്റെ ഓർമ്മയിലും മറവിയിലുമാണ് ഈ സിനിമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള അസ്തിത്വം നിലനിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പുപിള്ളയുടെ ഓർമ്മയുടെയും മറവിയുടെയും ഇവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള അയാൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിനിടയിൽ നിന്നുകൊണ്ട് അയാൾ മറ്റുള്ളവരെ അനുഭവിപ്പിക്കുന്നതായ വിഷമഘട്ടമാണ് യഥാർത്ഥത്തിലുള്ള കിഷ്കിന്ദ കാണ്ഡം. അങ്ങനെ നോക്കുമ്പോൾ ഒരു സൈക്കോളജി ത്രില്ലറിന്റെ സാധ്യതകളെ കൂടി ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട്. അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ സിനിമയെ നിർവഹിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് ഇതിന്റെ കഥാഗതി എന്താണെന്ന് അറിയാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഇതിവൃത്തം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആ കൗതുകത്തെ ജനിപ്പിച്ച് ആ കൗതുകത്തെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപർണ ബാലമുരളിയുടെ കഥാപാത്രമാണ്. ഈ ഒരു കഥാപാത്രമാണ് സിനിമയുടെ കഥാഗതിയെ തന്നെ നിർണ്ണയിക്കുന്നത്. ഇത്തരത്തിൽ സിനിമയിൽ പല തരത്തിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് മുകളിലൂടെയുള്ള ഒരു സഞ്ചാരം കൂടിയാണ് ഈ സിനിമ. ചച്ചു എന്ന കുട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരത്തിന്റെ പ്രകടനം അല്പമൊന്ന് നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ജഗദീഷിനും അശോകനും കുറെ കൂടി പ്രാധാന്യമുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ കുറെ കൂടി പ്രാധാന്യം കഥയിൽ കൊടുക്കുവാൻ സാധിക്കുമായിരുന്നിട്ടും അങ്ങനെ കൊടുക്കാതിരിക്കുവാൻ വേണ്ടി സംവിധായകനും തിരക്കഥാകൃത്തും മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവുമുണ്ട്. അതായത് ഈ ഒരു സിനിമയെ കുറിച്ച് എന്നെ തന്നെ ഒരു സുഹൃത്ത് ഈ കടുത്തതിടെ എന്നോട് പറഞ്ഞത് അനാവശ്യമായിട്ട് ഒരു ഷോട്ട് പോലും അധികമായിട്ടില്ലാത്ത ഒരു സിനിമ എന്നാണ്. ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാകാം ഈ ഒരു ജഗദീഷിനും അശോകന്റെയും കഥാപാത്രങ്ങളുടെ വ്യാപ്തി കുറഞ്ഞു പോയത് എന്ന് തോന്നുന്നു.
മുഖ്യ കഥാപാത്രത്തിന് കുറെ കൂടി പോളിഷ്നെസ് കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രങ്ങളുടെ ഒരു പ്രവൃത്തി മണ്ഡലം അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനിടയിൽ വിട്ടുപോയതാകുവാനും സാധ്യതയുണ്ട്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകം അതൊരു ഇന്ത്യൻ സിനിമയാണ് എങ്കിൽ ആ സിനിമയിലുള്ള ഗാനങ്ങളെ വിലയിരുത്തുക എന്നൊരു ദൗത്യം എല്ലാ നിരൂപകർക്കുമുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിലെ ഗാനങ്ങൾ അത്രയ്ക്കൊന്നും ക്യാച്ചി ആയിട്ട് എനിക്ക് തോന്നിയില്ല. സിനിമാ ഗാനങ്ങൾ ക്യാച്ചി ആയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം അതിഗംഭീരമായി നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്ത ഒരു ഉദ്വേഗവും നിഗൂഢതയും ഒക്കെ ഒളിപ്പിച്ചു വെക്കുന്ന പശ്ചാത്തല സംഗീതമാണ് സിനിമയിൽ ഉടനീളം നമ്മളെ കാത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കഥാഗതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പശ്ചാത്തല സംഗീതം തന്നെയായിരുന്നു അത്. അപ്പുപിള്ളയുടെ കിഷ്കിന്ധാകാന്ഡത്തെ അത്രമേൽ തീവ്രമാക്കി മാറ്റുന്നുമുണ്ട്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. മികച്ചൊരു ദൃശ്യാനുഭവം നൽകുവാൻ വേണ്ടി കിഷ്കിന്ധാകാന്ഡം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.